ശ്രീ എസ് കെ സജീഷ്, അപ്പോൾ നിജേഷ് അരവിന്ദ് കഴിഞ്ഞ ചർച്ചയിൽ അത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വീണ്ടും നമ്മൾ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നു. പക്ഷേ അത് പൊതുമധ്യത്തിൽ ഉള്ളത് കൊണ്ട് അതിൽ തെറ്റില്ല എന്ന് കരുതുകയാണ്. സ്ഥലം വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാതെ നിജേഷ് അരവിന്ദ് സ്ഥലം വാങ്ങി എന്നുള്ളത് നമുക്കറിയില്ല. ഇനി സ്ഥലം വാങ്ങിയ മറ്റൊരു കൂട്ടരുണ്ട്, മുസ്ലിം ലീഗ്. അവർ സർക്കാരിന് അപേക്ഷയൊന്നും കൊടുത്തില്ല, സ്ഥലം വാങ്ങി. ആ വാങ്ങിയ സ്ഥലത്തിലും ഇത് ആകെ കുഴപ്പമാണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. മതിപ്പ് വിലയുടെ ഇരട്ടിയിലധികമൊക്കെ കൊടുത്താണ് അത്രേ ഭൂമി വാങ്ങിയത്. തീർച്ചയായും അശ്രിത, ഇതിലൊരു കാര്യം നമ്മൾ ആർക്കും ഏതെങ്കിലും ഒരു കാര്യം ഇവരെ കോട്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്നിവിടെ ശ്രീ റെജി പറഞ്ഞ കാര്യമല്ല നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറയുക, അതായിരിക്കില്ല ഇന്നലെ ചർച്ചയിൽ മറ്റൊരു പ്രതിനിധി പറയുക. കാരണം ഇവർ പറയുന്നത് താൽക്കാലികമായ രക്ഷപ്പെടലിനുള്ള അവരുടെ തന്ത്രങ്ങൾ മാത്രമാണ്, അല്ലാതെ യഥാർത്ഥ വസ്തുതകൾ അവർ പറയുന്നില്ല. ഓരോ പല സംഘടനകളും പല രീതിയിലായി അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് സ്വന്തമായി ഭൂമി കണ്ടെത്തി. ആ ഭൂമി കണ്ടെത്തിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം വേറെയുണ്ട്. 65,000 രൂപ വില വരുന്ന ഭൂമി നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസ ഏതാണ്ട് 1,22,000 രൂപ കൊടുത്തുകൊണ്ടാണ് വാങ്ങിയത്. ഇരട്ടി വിലക്കാണ് വാങ്ങിയത്, അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റാത്ത തോട്ടം ഭൂമിയാണ് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ ആ ആക്ഷേപം അവിടെ മാറ്റിവെച്ചിട്ട് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അവർ ഭൂമി വാങ്ങാൻ വേണ്ടി പോയല്ലോ, ഇവർ ഭൂമി വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ പറയുന്ന കണക്കുകളിലെ വൈരുദ്ധ്യം അങ്ങേയറ്റം തെറ്റാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിന് മറ്റു പല ആക്ഷേപം ഉന്നയിക്കുക, നിങ്ങൾ ആക്ഷേപിക്കരുത് എന്ന് പറയുക, ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത് എന്നെല്ലാം പറയുക. റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യം സൂചിപ്പിച്ചു. ഒറ്റ വാചകത്തിൽ മാത്രം പറയാം. നമുക്ക് ഓർമ്മയുണ്ട്, പ്രളയകാലം കഴിഞ്ഞപ്പോൾ ഒരു മഹാപ്രളയം, ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് കേരളം സാക്ഷിയായി. ഈ ഫ്ലോറിലും മറ്റു പല മാധ്യമങ്ങളുടെയും ഫ്ലോറിൽ പല ബുദ്ധിജീവികളും മറ്റും പലരും സാങ്കേതിക രംഗത്തും ശാസ്ത്രരംഗത്തും ഒക്കെയുള്ള ആളുകൾ വന്നിരുന്ന് പറഞ്ഞു, കേരളം ഒരുപാട് പുറകോട്ട് പോകും, ഈ പ്രളയത്തിന് ശേഷം കേരളം ഒരു നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പോവുകയാണ്, കാരണം കേരളം മുങ്ങിപ്പോയിരിക്കുന്നു, എങ്ങനെ പുതിയ കേരളം ഉണ്ടാകും? ആ കേരളത്തെ റീബിൽഡ് കേരളയിലൂടെ ഒരു ചെറിയ പോറൽ പോലും പഴയ പ്രളയത്തിൻ്റെത് അവശേഷിക്കാത്ത രീതിയിൽ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. എന്തെല്ലാം ജീവനോപാധിയാണോ നഷ്ടപ്പെട്ടത്, ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടത്, എവിടെയെല്ലാം എന്തെല്ലാമാണോ ഉണ്ടായിരുന്നത്, അതെല്ലാം ഒരു പോറൽ പോലുമില്ലാതെ കേരളം എങ്ങനെയായിരുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം മുന്നിലുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വായിൽ തോന്നുന്ന പോലെ വിളിച്ചു പറയരുത് എന്നാണ് എനിക്ക് അതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം ഒരു കാര്യം ഇവിടെ പരപ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനെ തീർച്ചയായും ഞാനൊരു 2-3 വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ഇവിടെ യൂത്ത് കോൺഗ്രസിനെയും DYFIയും തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. DYFI കേരളത്തിലെ യുവജനങ്ങളുടെ മുഴുവൻ വിഭാഗത്തിൻ്റെയും എല്ലാ താല്പര്യങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമര സംഘടനയാണ്. ഒരു വശത്ത് ഏറ്റവും ഉജ്ജ്വലമായ സമരങ്ങൾക്ക് രാജ്യത്തെമ്പാടും നേതൃത്വം കൊടുക്കുന്നു, സംഘപരിവാരത്തിനെതിരായി, ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി എല്ലാം. അതേ വശത്ത് DYFI മറ്റൊരു സംഘടന കൂടിയാണ്. ഇന്ന് ഈ കേരളത്തിൽ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആശുപത്രികളിൽ ജനങ്ങൾക്ക് ഏതാണ്ട് 1 ലക്ഷത്തോളം പൊതിച്ചോറുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ വിതരണം ചെയ്യുന്ന സംഘടനയാണ് DYFI. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്കുള്ള അവാർഡ് നിരന്തരമായി ഏറ്റുവാങ്ങുന്ന സംഘടനയാണ് DYFI. ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സേനയാണ് DYFI. പരിസ്ഥിതി സംഘടന എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്തുൾപ്പെടെ ഏറ്റവും മികച്ച പരിസ്ഥിതി സംഘടനയ്ക്കുള്ള അവാർഡ് നിരന്തരം ഏറ്റുവാങ്ങുന്നത് DYFI ആയിരുന്നു. അവസാനം അവർക്ക് കൊടുത്തു മടുത്തിട്ട് DYFI കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ അവാർഡ് തന്നെ പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. യൂത്ത് ബ്രിഗേഡ് കേരളത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും യൂത്ത് ബ്രിഗേഡ് എന്ന പേര് പെട്ടെന്ന് തന്നെ ഇന്ന് ഉയർന്നു വരികയും ഏത് ജനങ്ങൾക്കും സഹായമായി ഉണ്ടാകുന്ന രീതിയിലുള്ള കേരളത്തിൻ്റെ പൊതുസേനയായി മാറി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാംസ്കാരിക രംഗത്ത് DYFI വ്യത്യസ്തമായി യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായി മാറിയിരിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണോ ഈ വിവാദങ്ങളുടെ പേരിൽ മാത്രം, പണം തട്ടിപ്പിൻ്റെ ഭാഗമായി മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന, തെറ്റായ കാര്യങ്ങളുടെ മാത്രം പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഘടനയെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? അങ്ങനെ താരതമ്യം ചെയ്യാൻ വേണ്ടി പാടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കുള്ള പ്രയാസം ഈ യൂത്ത് കോൺഗ്രസിനെ പറ്റി നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുകയാണല്ലോ. ഈ ചർച്ച പോലും യൂത്ത് കോൺഗ്രസ് എന്ന പേര് കുറച്ച് ആളുകൾ കേൾക്കാനിടയാക്കും. അതുപോലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലും അവർക്ക് പബ്ലിസിറ്റിയാണ്. ജനങ്ങളുടെ ഇടയിലില്ലാത്ത, യുവജനങ്ങളുടെ ഇടയിലില്ലാത്ത ഒരു സംഘടനയായി മാറി.
അതുകൊണ്ടാണല്ലോ 2 ലക്ഷത്തിലധികം വ്യാജ ID കാർഡ് അടിച്ചിറക്കിയ ഒരാൾ അതിൻ്റെ പ്രസിഡന്റായിരിക്കുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട പല ആളുകളെയും അവർ അന്വേഷിച്ച് നടക്കേണ്ട സാഹചര്യം വന്നു. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ BJP-യിലാണുള്ളത്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഇങ്ങനെയുള്ള ഒരു സംഘടന ശ്രീ PJ കുര്യൻ ഇന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവരെ കാണണമെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളിൽ മാത്രമേ കാണൂ, ജനങ്ങൾക്കിടയിൽ കാണില്ല. ജനങ്ങൾക്കിടയിലോ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലോ അവരില്ല. സ്വന്തം ഇമേജിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു. ആ നേതാക്കന്മാർ ചിലർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സംഘടന എന്നുള്ളതൊന്നുമില്ല. അതാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ ശ്രീ PJ കുര്യൻ പറയുന്നത്. നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ ക്യാമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അതുകൊണ്ട് അതിനെ മോശമാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നൊന്നും പറയുന്നത് ശരിയല്ല. അതിന് ഞങ്ങളില്ല. കാരണം ഞങ്ങൾ പറഞ്ഞ ആ പേര് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. ക്ലിയർ.